ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഡോറാബുജി ക്യൂട്ട് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നാണെങ്കിൽ നമ്മുടെ ട്രാവലിംഗ് വ്ളോഗിൻ്റെ ഡീറ്റെയിലിംഗ് വീഡിയോ ആണ് വന്നേക്കുന്നത് കേട്ടോ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എവിടെയാണ് സ്റ്റേ ചെയ്തത്, എത്ര റൂം റെൻറ്റ്, അതുപോലെ തന്നെ ട്രാവലിങ്ങിന് എത്ര എക്സ്പെൻസ് വന്നു, എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചു, എവിടെയൊക്കെ നിങ്ങൾ പോയി, എന്തൊക്കെ സാധനങ്ങൾ കണ്ടു, സ്ഥലങ്ങൾ കണ്ടു എന്നൊക്കെ ചോദിച്ച് ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അതാകാന്ന് വിചാരിച്ചു കേട്ടോ. അതെ, അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു തരാം. നിങ്ങളിപ്പം ആരെങ്കിലും ഇനി മൂന്നാർ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ ഉപകാരപ്പെടും. മൂന്നാർ എപ്പോഴാണ് പോകേണ്ടത് കാണാനായിട്ട്, മൂന്നാർ ഏത് സമയത്ത് ചെന്നാൽ നല്ല ക്ലൈമറ്റ് കിട്ടും, എവിടെയൊക്കെ പോയാൽ നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റും എന്നുള്ളൊരു വ്ളോഗാണ് നമ്മൾ ഇടുന്നത്. വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ നമ്മൾ പോകുള്ളൂ. മൂന്നാർ മൊത്തം നമ്മളൊന്നും പോയിട്ടില്ല, വളരെ കുറച്ച് സ്ഥലത്ത്. അപ്പോൾ നമ്മൾ പോയ ആ സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ എങ്ങനെയുണ്ട് എന്നുള്ളതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളാണ് നമ്മളിടുന്നത്. എല്ലാ സ്ഥലപ്പേരും നമുക്ക് അറിയില്ല, അറിയാവുന്ന സ്ഥലപ്പേര് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ കൂടണം. മാത്രമല്ല നമ്മുടെ സെക്കൻഡ് ചാനലായിട്ടുള്ള കേരള ബ്രദേഴ്സ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതിലൊരു സന്തോഷ വാർത്ത, ഇന്നലെ നമുക്ക് അതിനകത്ത് 5K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതിനെല്ലാവർക്കും താങ്ക് യു. എല്ലാവരോടും അതിന് നന്ദിയുണ്ട്. നമ്മുടെ കേരള ബ്രദേഴ്സിൽ ഞാനാണെങ്കിലും നാസിയാണെങ്കിലും ഡോറയാണെങ്കിലും ഷെമിയാണെങ്കിലും എല്ലാവരും കൂടെ ചേർന്നൊരു വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിരുന്നത്. അതിൻ്റെ താങ്ക്സ് പറഞ്ഞിട്ട്. പക്ഷേ സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷെമിക്ക് ഒരു ചെറിയ ജോലി കിട്ടി. അപ്പോൾ ഷെമി ആയുർവേദ നഴ്സിംഗ് പഠിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ട്രെയിനിങ്ങിനായിട്ട് ഇന്റർവ്യൂ ഒക്കെ പാസ്സായിട്ടുണ്ട്. അപ്പം ഷെമി നാളെ തൊട്ട് 1-ാം തീയതി തൊട്ട് ജോയിൻ ചെയ്യാൻ പോകും. അപ്പം ഇനി അങ്ങനെ നമ്മുടെ കൂടെ വീഡിയോക്ക് ഇപ്പോഴൊന്നും കാണത്തില്ല. അപ്പം ഷെമിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മൾ മെയിനായിട്ട് ഈ ട്രിപ്പ് പോയതിൻ്റെ റീസൺ തന്നെ ഷെമിയാണ് കേട്ടോ. കാരണം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോൾ വേണേലും ഷെമിക്കാണെങ്കിൽ ജോയിൻ ചെയ്യാൻ. അതുകൊണ്ട് എത്രയും വേഗത്തിൽ പോയിട്ട് പറയാൻ പറ്റി അത്രയും നല്ലത്. ഷെമിയുടെ സത്യത്തിൽ ഇന്റർവ്യൂ എന്നായിരുന്നു വെച്ചാൽ ശനിയാഴ്ച ആയിരുന്നു ഷെമിയുടെ ഇന്റർവ്യൂ. നമ്മൾ ഇവിടുന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് പോകുന്നത്, വൈകുന്നേരം. അപ്പം ഷെമിക്ക് അന്നത്തെ ഇന്റർവ്യൂ മിസ്സായി. പിന്നെ തിങ്കളാഴ്ച പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. തിങ്കളാഴ്ച തന്നെ കിട്ടി. 1-ാം തീയതി ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് അവിടുന്ന് അന്നേരം തന്നെ പറയുകയും ചെയ്തു. അപ്പം നാളെ അവർ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവർ വെച്ചിട്ടൊരു താങ്ക്സ് വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഞാനും നാസി എല്ലാം കൂടെ ചേർന്നിട്ടൊരു വീഡിയോ എന്തായാലും അതിനകത്ത് ഇടുന്നതായിരിക്കും. ഡോറയൊക്കെ ഉണ്ടല്ലോ, പിന്നെ നമ്മളെല്ലാവരും കൂടി ചേർന്നൊരു വീഡിയോ അതിനകത്ത് എന്തായാലും ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ കേരള ബ്രദേഴ്സ് കണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ട് നമ്മുടെ കേരള ബ്രദേഴ്സിന് ഉണ്ടാവണം കേട്ടോ. നമ്മുടെ ഡോറാബുജി നിങ്ങൾ എങ്ങനെയാണോ വിജയിപ്പിച്ച് തന്നത് അതുപോലെ തന്നെ നമ്മുടെ കേരള ബ്രദേഴ്സും നിങ്ങളെല്ലാവരും വിജയിപ്പിച്ച് തരണം. പിന്നെ അതിലൊരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കേരള ബ്രദേഴ്സ് തന്നെ അതിൽ വന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെല്ലാം തന്നെ നമ്മൾ കേരള ബ്രദേഴ്സിൽ തന്നെ നമ്മൾ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ട്രാവലിംഗ് വ്ളോഗിലെ ട്രാവലിംഗ് ട്രാവൽ ചെയ്തതിൻ്റെ ഡീറ്റെയിലിംഗ് വീഡിയോ നമുക്കിപ്പോൾ എന്തായാലും പങ്കുവയ്ക്കാം. അപ്പോൾ ഞങ്ങൾ ചെന്നൈന്ന് വെച്ചാൽ മൂന്നാറിന് മുൻപായിട്ടുള്ള ഒരു ജംഗ്ഷനിലായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ വേണ്ടി ചെന്നിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഞങ്ങൾക്കാണെങ്കിൽ ഒരു 5.5 മണിക്കൂർ 6 മണിക്കൂറോളം ഇവിടുന്ന് നമുക്ക് ട്രാവൽ ഉണ്ടായിരുന്നു, യാത്ര ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ നമ്മളിവിടുന്ന് പത്തനംതിട്ട വഴിയാണ് പോയത്. പത്തനംതിട്ട അടൂർ, ഇവിടുന്ന് ആദ്യം അടൂരിൽ നിന്ന് പത്തനംതിട്ടയിൽ നിന്ന് നേരെ തൊടുപുഴയിൽ നിന്ന് നേരെയാണെങ്കിൽ അടിമാലിയിൽ നിന്ന് നേരെ നേരിമംഗലം ആനച്ചാലിൽ നിന്ന് നേരെ നമ്മൾ ഡയറക്റ്റ് മൂന്നാർ. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ മൂന്നാറിന് തൊട്ട് മുൻപായിട്ട് നമ്മളതിന് മുന്നേ ഗൂഗിളിൽ നോക്കിയിട്ട് റിസോർട്ടും കാര്യങ്ങളും കുറേ റിസോർട്ട് നോക്കി കേട്ടോ. കുറേ റിസോർട്ട് നോക്കിയപ്പോൾ എല്ലാം നല്ല റേറ്റ്, ഭയങ്കര റേറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര റേറ്റ്, നമുക്കൊരിക്കലും താങ്ങാൻ പറ്റില്ല. ഞങ്ങളിപ്പോഴെന്ന് വെച്ചാൽ എത്രത്തോളം ബഡ്ജറ്റ് ചുരുക്കി നമുക്ക് പോകാൻ പറ്റും അത്രത്തോളം നമ്മൾ ചുരുക്കിയാണ് നോക്കിയത്. അപ്പോൾ എല്ലാം ഭയങ്കര റേറ്റ് ആയിരുന്നു. അപ്പം നമ്മളിങ്ങനെ നോക്കി വന്നപ്പോൾ ഒരു റൂം 1000 രൂപ വെച്ച് ഒരു സാധാരണ രീതിയിലുള്ളൊരു ഹോട്ടൽ, ഒരു ലോഡ്ജ് പോലത്തെ നമ്മൾ ഷെയർ ചെയ്തിട്ടാട്ടോ, നമ്മൾ എല്ലാത്തിലും ഷെയർ ചെയ്തിട്ടാ പോയത്, അല്ലാതെ അങ്ങനെ നമ്മൾ മാത്രം എടുത്തല്ല കേട്ടോ. ഞാനാണെങ്കിൽ നാസിയാണെങ്കിൽ എല്ലാം ഷെയർ ചെയ്തിട്ടാണ്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ അവിടെ ചെന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് ആ റൂം ബുക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. ലോഡ്ജ് ഒന്നും അങ്ങനെ പറയാൻ പറ്റത്തില്ല, ചെറിയൊരു ഇതുപോലെ 3 നിലയുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് സെക്കൻഡ് ഫ്ലോറിലായിരുന്നു. അപ്പം നമ്മൾ എത്തുന്ന ഡേറ്റ്, കാരണം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ വിചാരിച്ചേക്കാളും ഒരുപാട് വൈകിപ്പോയി. കാരണം മഴ, പിന്നെ അവർക്ക് ഇങ്ങോട്ട് അവിടുന്ന് അവരുടെ നാസിയുടെ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് 22 കിലോമീറ്റർ കണ്ട് വന്നിട്ട് വേണം നമ്മളെ പിക്ക് ചെയ്തിട്ട് വേണമായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നല്ല ലേറ്റ്. അവരവിടെ ഇറങ്ങിയ സമയത്തെ മഴ തുടങ്ങിയിട്ട് അവർ കുറച്ച് നേരം ഹൈവേയിലൊക്കെ വണ്ടി നിർത്തിയിട്ടിട്ടാണ് വന്നത്. കാരണം അത്രയ്ക്കും ഭയങ്കര മഴയായിരുന്നു. പിന്നെ ഇവിടെ വന്ന സമയത്തും ഇവിടെ അവരെത്തിയപ്പോൾ 4 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ
വഴിയിൽ അവിടെ വണ്ടി അവർ നിർത്തിയിട്ടിട്ട് അവിടെയും കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ഇവിടുന്ന് മഴ തോന്നിട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. സാധനങ്ങൾ കൊണ്ടുപോകണമായിരുന്നു, ഡോറെ കൊണ്ടുപോകണം, കുഞ്ഞിനെ കൊണ്ടുപോകണം. അപ്പം എല്ലാം ഒന്നിച്ച് അങ്ങ് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് വണ്ടിയിലോട്ട് സാധനങ്ങൾ കയറ്റിയതിന് രണ്ടായിട്ടാണ് കുറേ നേരം വെയിറ്റ് ചെയ്തവർ. എന്നിട്ടാണ് നമ്മൾ പോയത്. അപ്പം ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 4:30-5 മണി ആയി. നമ്മൾ നമ്മുടെ വീഡിയോ ശ്രദ്ധിച്ചറിയാം, ഏകദേശമൊക്കെ നേരെ ഇരുട്ടുന്ന സമയത്ത് നമ്മളിവിടെ അത്രയും ഇതായി പോയി. കാരണം എന്നിട്ട് നമ്മൾ റൂമിൽ എത്തുന്ന സമയം നമുക്ക് ഡൗട്ട്, കാരണം നമുക്ക് ചെക്ക് ഇൻ ചെയ്യേണ്ട ടൈം ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കായിരുന്നു, നിങ്ങൾ എത്താറായി, നിങ്ങൾ നമ്മൾ ഇവിടുന്ന് കയറുന്നതിന് മുമ്പ് 500 കൊടുത്ത് ബുക്ക് ചെയ്തായിരുന്നു. എന്നിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്, എത്താറായ വരുവാന്ന്. പിന്നെ അവർ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അയച്ചു തന്നായിരുന്നു. അങ്ങനെ എന്തായാലും നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് ഒരു 10:30-11 മണിയോട് കൂടി 11:30 തോന്നില്ലേ, 11:30 അപ്പം അവിടെ എത്തി. റൂം അത്യാവശ്യം കുഴപ്പമില്ല. അങ്ങോട്ട് പോയത് വളരെ അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. വളരെ അടിപൊളി യാത്ര എന്ന് വെച്ചാൽ പത്തനംതിട്ട നമ്മൾ അടൂര് കഴിഞ്ഞപ്പോൾ തൊട്ട് അങ്ങോട്ട് മഴ തുടങ്ങി. പിന്നെ മഴ നിൽക്കും വീണ്ടും പെയ്യും, മഴ നിൽക്കും വീണ്ടും പെയ്യും, മഴ നിൽക്കും വീണ്ടും പെയ്യും, അങ്ങനെയായിരുന്നു. നമ്മളന്നേരം അതുകൊണ്ട് നമുക്കാണെങ്കിൽ വണ്ടി അങ്ങനെ സ്പീഡിൽ ഓടിക്കാനും പറ്റില്ല, നമുക്കങ്ങനെ വണ്ടി നിർത്തിയിടാനും പറ്റില്ല. നിർത്തിയിട്ട് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ലേറ്റാവും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, നാസി ഭയങ്കര സ്പീഡ് കുറച്ചിട്ട് വണ്ടി ഓടിച്ചു. നമ്മളാണെങ്കിൽ പത്തനംതിട്ട തൊട്ട് തുടങ്ങിയ മഴ പിന്നെ നിന്നിട്ടില്ല. മഴ പിന്നെ ഇടയ്ക്ക് നിൽക്കും വീണ്ടും പെയ്യും, ഇടയ്ക്ക് നിൽക്കും വീണ്ടും പെയ്യും, ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഓടി മറ്റേ മൂന്നാറിൻ്റെ ആ ഒരു വലിയ ബ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ആ ബ്രിഡ്ജൊക്കെ നമ്മൾ താണ്ടുന്നത് ഇരുട്ടത്താട്ടോ. അതുകൊണ്ട് നമ്മൾ മൂന്നാറിലോട്ട് നമ്മൾ എൻട്രൻസ് കയറുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം കൂരാക്കൂരി ഇരുട്ട് മാത്രമല്ല മഴയും പിന്നെ ഈ ഗ്ലാസ്സിൽ ഇങ്ങനെ വെള്ളം വീഴുന്ന കാരണം നമുക്ക് പുറത്തുള്ള വീഡിയോസ് ഒന്നും ഗ്ലാസ് വഴി പോലും എടുക്കാൻ പറ്റില്ല. ഇടയ്ക്ക് വൈപ്പർ ഇട്ട് ഇങ്ങനെ ആക്കുന്ന സമയത്ത് നമ്മൾ വെളിയിലെ വീഡിയോ എടുക്കും, വീണ്ടും കുറച്ച് കഴിയുമ്പോഴത്തെ വീഡിയോ മങ്ങും. അപ്പോൾ അതുകൊണ്ട് ഫുള്ള് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ കാറിനകത്ത് വെച്ചും വീഡിയോ എടുക്കാൻ പറ്റില്ല, ഈ മഴയുടെ ഇതെല്ലാം കൂടെ കാരണം നമുക്ക് ആ വോയിസ് ഒന്നും കറക്റ്റ് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എടുത്ത വീഡിയോ ഒക്കെ നമ്മൾ പിന്നെ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വന്നു. അങ്ങനെ നമ്മൾ നേരെ അവിടെ നിന്നാണെങ്കിൽ അടിമാലിയിൽ നിന്ന് നേര്യമംഗലത്ത് നിന്ന് പിന്നെ ഈ ആനച്ചാലിലോട്ട് പോകുന്ന സമയത്ത് സംഗതി എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കാടാണ്. എനിക്ക് തോന്നുന്നൊരു 7-8 കിലോമീറ്ററോളം കാടാണ്. ചുരം കയറിയാണ് നമ്മൾ പോകേണ്ടത്. ഈ ചുരം കയറുന്ന സമയത്ത് ഫുള്ള് കാടാണ്, അടഞ്ഞ കാട്. മെയിനായിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഫോണിൻ്റെ റേഞ്ച് പോകുന്ന വെച്ചാൽ ജിയോ ആണെങ്കിലും BSNL ആണെങ്കിലും എയർടെൽ ആണെങ്കിലും ഐഡിയ ആണെങ്കിലും എല്ലാത്തിനും റേഞ്ച് പോകും. ഞങ്ങൾ പിന്നെ ഗൂഗിൾ മാപ്പ് ഇട്ടതുകൊണ്ട് ഈ ഗൂഗിൾ മാപ്പിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് പിന്നെ അങ്ങ് റൺ ആയിക്കൊണ്ടിരിക്കും റേഞ്ച് ഇല്ലെങ്കിലും. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഞങ്ങൾക്ക് ആ മല മൊത്തം കാടിനകത്തൂടെ കയറാൻ പറ്റി. അല്ലെങ്കിൽ ഞങ്ങൾ സത്യം പറഞ്ഞാൽ വഴിതെറ്റി പോയേനെ. കാരണം ഫുള്ള് അതുപോലെ തന്നെ റോഡിന് വീതിക്കുറവുണ്ട്. പിന്നെ ഇടയ്ക്ക് റോഡ് ഇടിഞ്ഞുകൊണ്ട് അത് പണിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയപ്പോണ്ടല്ലോ പകുതി മുക്കാൽ സ്ഥലത്തും മണ്ണിടിഞ്ഞ് വീണ് മരങ്ങൾ വീണിട്ട് അവിടെ മുറിച്ച് മാറ്റിയിട്ട് ആ ബാക്കി അവശിഷ്ടങ്ങൾ അവിടെ കിടക്കും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലോണം ടെൻഷന്. ഒരാൾ ദിക്കർ ചൊല്ലിയിരിക്കുന്നു, അത് രാത്രിയും കൂടെ ആയി. എപ്പോഴത്തേക്ക് 9 മണിയൊക്കെ കഴിഞ്ഞു. നമ്മൾ ഈ മല കയറുന്ന സമയത്ത് 9-9:30 കണ്ടായില്ലേ. എങ്ങനെയെങ്കിലും ഒന്ന് റൂമിൽ ചെന്നാൽ മതി ഒരുപാട്. എന്നിട്ട് ഓരോ തവണ ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്, ഇനി റൂമിലേക്ക് എന്തോരം ഉണ്ട്. അത് വണ്ടി ഓടിച്ചിട്ട് നീങ്ങുന്നില്ല. അത് മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ വണ്ടി സ്പീഡായിട്ട് ഓടിക്കാൻ പറ്റുന്നില്ല. കാരണം മൊത്തം ഈ മലയൊക്കെ ഇടുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു റോഡ് പണിയൊക്കെ നടക്കുന്നെന്ന് തോന്നുന്നു. അതുകൊണ്ട് കുണ്ടും കുഴിയും പിന്നെ കുറേ എടുത്ത് പാച്ച് വർക്ക് ചെയ്തതിൻ്റെ ഇതും. പിന്നെ ഇടയ്ക്കാണെങ്കിൽ എന്താ പറയുക, ചില വണ്ടികൾ വന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് വണ്ടി പോകാൻ സ്പേസ് കുറവായതുകൊണ്ട് നമ്മളിങ്ങനെ നിർത്തിയിട്ട് ഈ സൈഡിലോട്ട് ഒതുക്കിയിട്ട് അങ്ങനെയൊക്കെ വേണം. അപ്പം നമുക്കൊക്കെ ഭയങ്കര ടെൻഷൻ. ചില സമയത്തെന്ന് വെച്ചാൽ കൊക്കയുടെ സൈഡിലായിരിക്കും നമ്മൾ വണ്ടി ഒതുക്കുന്നത്, ചില സമയത്ത് ഇപ്പുറത്തെ സൈഡിലായിരിക്കും. രണ്ടാണെങ്കിൽ നമുക്ക് നല്ല ടെൻഷൻ. കാറിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ നോക്കുമ്പോണ്ടല്ലോ, ആ ഒരു കാഴ്ച അത് പറയാൻ പറ്റില്ല. അതൊരു വല്ലാത്ത പേടിപ്പിക്കുന്ന. ആ രാത്രിയിലായതുകൊണ്ട് ഫോണിന് റേഞ്ചില്ല. അപ്പം നമ്മുടെ ചിന്ത എന്ന് വെച്ചാൽ എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ എങ്ങനെ ആരെ കോണ്ടാക്ട് ചെയ്യും. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലൊന്നും വണ്ടികളും ഇല്ല, ആരും വരാനും പോവാനും കടകളോ വീടുകളോ ഒന്നുമില്ല. ഒന്ന് വിളിച്ചു പോയി കഴിഞ്ഞാൽ കേൾക്കാൻ ഒരു മനുഷ്യനും ഇല്ല. അങ്ങനത്തെ ഒരു ഏരിയ ആയിരുന്നു. എന്തായാലും അവിടുന്ന് നമ്മളൊരു ടൗൺ ഏരിയ എത്തിയപ്പോഴാണ് എല്ലാവർക്കും പിന്നെ ശ്വാസം വീണ്. അത് കഴിഞ്ഞ് വേറൊരു വിറ്റ് ഞങ്ങൾ പൊക്കോണ്ടിരിക്കും. അപ്പം ഭയങ്കരമായിട്ട് കയറ്റം വന്നു. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനൊരു കയറ്റം. വണ്ടി ഇവിടെ എത്തിയപ്പോൾ വണ്ടി അങ്ങ് നിന്നുപോയി. ലാസ്റ്റ് വലിക്കുക മേളോട്ട് വലിക്കുമ്പോൾ കാറ് ബാക്കിലോട്ട് വീണ്ടും ബ്രേക്ക് പിടി. ഞങ്ങളെല്ലാം ഇങ്ങനെ കാരണം വെച്ചാൽ ബാക്കിലോട്ട് കുറച്ചുകൂടെ വന്നു കഴിഞ്ഞാൽ നേരെ കൊക്കയാണ്, എല്ലാവരും അങ്ങോട്ടേക്ക് വീഴത്തുള്ളൂ. അങ്ങനെ നമ്മൾ പേടിച്ച് വീണ്ടും ലാസ്റ്റ് വണ്ടി ട്രൈ ചെയ്ത് അങ്ങനെ രണ്ടിടത്തായി. അങ്ങനെയൊക്കെ ആ ഒരു പേടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇങ്ങനെ റൂമിലെത്തി. കുഴപ്പമില്ലാത്ത നല്ല റൂമായിരുന്നു. പക്ഷെ കിടന്നുറങ്ങാൻ പറ്റിയില്ല. ബെഡെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ജെല്ലി ഉണ്ടല്ലോ, നമ്മൾ ജെല്ലിയിൽ ഈ സൈഡ് ഇങ്ങനെ തൊട്ടുമ്പം ഇപ്പോഴത്തെ സൈഡിൽ അതേ ഫോഴ്സിൽ ഇങ്ങനെ തള്ളിപ്പ് വരത്തില്ലേ, അതുപോലത്തെ ബെഡ്. നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പം
എനിക്ക് അതിനകത്ത് ഇരുന്നിട്ട് കഴിഞ്ഞാൽ എഴുന്നേക്കാൻ പറ്റത്തില്ല, അതുപോലെ താനങ്ങ് പോവാ ബെഡ്. നമ്മൾ ഒട്ടും സെറ്റ് ആയില്ല. ഗബ്രൂട്ടനെ ഇങ്ങനെ ഉരുണ്ട് മറിഞ്ഞ് കിടക്കുന്ന ഒരു ഇതായതുകൊണ്ട് ഇപ്പൊ ഞാൻ കിടക്കുമ്പോ എനിക്ക് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഡോറേക്കാൾ. അപ്പൊ ഞാൻ കിടക്കുന്ന സ്ഥലത്തോട്ട് കുഴി ഇങ്ങനെ കൂടുതലായിരിക്കും. ഞങ്ങളുടെ നടുക്കാണ് ഗബ്രൂട്ടനെ കിടക്കുക. അപ്പം ഞാൻ ഇങ്ങനെ കൊണ്ട് തിരിയുമ്പോൾ കൂടെ ഗബ്രൂട്ടന് ഉരുണ്ട് വരും. ഞാൻ അങ്ങോട്ട് തിരിയുമ്പോൾ കൂടെ വീണ്ടും ഗബ്രൂട്ടൻ ഇങ്ങോട്ട് ഉരുണ്ട് വരും. എന്നുവെച്ചാൽ ബെഡ് ഒരു ശരിയല്ലാത്ത രീതിയിലായിരുന്നു. അതുകൊണ്ട് ഉറക്കമൊന്നും പറ്റിയില്ല, ഒട്ടും പറ്റിയില്ല ഉറങ്ങാൻ. പിന്നെ രാവിലെ അവിടെ നമുക്ക് 10 മണിക്ക് ചെക്കൗട്ട് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 6 മണിയായി. ഈ മൂന്നാറിൽ പോയുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് സാധാരണ നമ്മൾ റൂം എടുക്കുമ്പോൾ നമുക്ക് 24 hours ആണ് റൂമിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ എത്ര മണിക്ക് ചെക്ക് ഇൻ ചെയ്താലും ശരി തന്നെ ചെക്കൗട്ട് അവരൊന്നെങ്കിൽ 10 അല്ലെ 11, മാക്സിമം പോയ 12, അത്രയും മണിയെ അവർ തരത്തുള്ളൂ. അതിനുള്ളിൽ നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങിയിരിക്കണം. അവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ പകല് അവിടെ ഗസ്റ്റുകളൊന്നുമില്ല, രാത്രി മാത്രമാണ് അവിടുത്തെ ഗസ്റ്റുകൾ റൂമുകളിൽ. അതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഒരു ചെറുതായിട്ട് എനിക്കത് ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നി. കാരണം നമ്മൾ ഇപ്പം ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഈ ബാഗും ലഗേജും എല്ലാം എടുത്ത് വീണ്ടും നമ്മളാണെങ്കിൽ കാറിൽ കൊണ്ട് വയ്ക്കണം. പിന്നെ വീണ്ടും ചെക്ക് ഇൻ ചെയ്ത് തിരിച്ച് കയറുന്ന സമയത്ത് നമ്മളിത് എടുക്കുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും 7 മണി 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങും. കാരണം സ്ഥലങ്ങളൊക്കെ കണ്ടു തീർക്കണമെങ്കിൽ അത്യാവശ്യം കുറച്ച് സമയം വേണമല്ലോ. നമ്മളാണെങ്കിൽ 7:30 ആകുമ്പോഴത്തെ ഇറങ്ങാൻ നിന്ന് ഞങ്ങൾ ഇറങ്ങിയ 8:30 കഴിഞ്ഞിട്ടാണ്. അവിടത്തെ ആണെങ്കിൽ ഭയങ്കര തണുപ്പാണ്. മഴ, ഭയങ്കര മഴയും തണുപ്പും എല്ലാം കൂടെ ഞങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ല. ഞാൻ കഷ്ടകാലത്തിന് നമ്മുടെ ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ എഴുന്നേക്കുന്ന നേരത്ത് ഇങ്ങനെ ഭിത്തിയിലൊക്കെ പിടിച്ചിട്ടൊക്കെ നമ്മളിങ്ങനെ എഴുന്നേക്കും. ഇങ്ങനെ തൊട്ടത് പെട്ടെന്ന് ഞാനിങ്ങനെ കൈയെടുത്ത് കാലിലൊക്കെ അതുപോലെ. പിന്നെ നമുക്ക് ഹോട്ട് വാട്ടർ ഉണ്ടായി, ചൂടുവെള്ളത്തിന്റെ അതുണ്ടായിരുന്നു, ഹീറ്റർ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ പിന്നെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ അന്ന് ഫസ്റ്റ് ഡേ നമ്മൾ വെള്ളിയാഴ്ച വൈകിട്ട് ഇവിടുന്ന് പോയി, വെള്ളിയാഴ്ച രാത്രിയോടെ എത്തി. ശനിയാഴ്ച രാവിലെ നമ്മൾ ഇറങ്ങിയിട്ട് നേരെ ഞങ്ങളാണെങ്കിൽ മറയൂരും പിന്നെ മറ്റേ കാന്തല്ലൂരും പോകാനാണ് പ്ലാൻ ഇട്ടത്. അപ്പം ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് വട്ടവട അത്യാവശ്യം നല്ല സ്ഥലങ്ങളാണെന്ന് കണ്ടു. വട്ടവട പോകുന്ന ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല സ്ഥലങ്ങളാണ് കണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കാന്തല്ലൂരും മറയൂരും ഒക്കെ പോയി എല്ലാ സ്ഥലവും കാണാൻ പറ്റില്ല. അങ്ങോട്ട് തന്നെ ദൂരം തന്നെ അത്യാവശ്യം നല്ല ലോങ് ആണ്. രണ്ടും ഈ കാറിൽ പോയാൽ തന്നെ നമുക്ക് അത്യാവശ്യം തേയിലത്തോട്ടം കാര്യങ്ങളും ഫോട്ടോ എടുക്കാനുള്ള സ്പേസ് എല്ലാം നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറെ റീൽസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വട്ടവടയും ഈ കാന്തല്ലൂരും ഒക്കെ പോകുന്നത് ഏകദേശം ഒരേ ദൂരം തന്നെ ആണെങ്കിലും കുറച്ചുകൂടെ കാണാൻ സ്ഥലങ്ങളുള്ളത് ഞങ്ങൾക്ക് തോന്നുന്നു വട്ടവടയിലായിരുന്നു എന്ന് തോന്നുന്നു. പോകുന്ന വഴിക്ക് എല്ലാ സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. നല്ല ക്ലൈമറ്റും കൂടെ നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. കാരണം ഞങ്ങൾക്ക് പലയിടത്തും ഇറങ്ങിയിട്ട് ഫോട്ടോയൊന്നും എടുക്കാൻ പറ്റില്ല. കാറിൽ നിന്നൊന്ന് ഇറങ്ങും, കൊടയൂടി ഫോട്ടോ എന്നെയും ഗബ്രൂട്ടനെയും കാറിനകത്ത് കയറ്റും, പിന്നെ ഇവര് ഫോട്ടോ എടുക്കും. അങ്ങനെ 2 സ്ഥലത്ത് പറ്റി പോയിട്ടുണ്ടായിരുന്നു. ഒട്ടും നമുക്കൊന്നും പറ്റുന്നില്ലായിരുന്നു. കാരണം അത്രയ്ക്കും മഴയായിരുന്നു. പിന്നെ നമ്മള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഫുഡെല്ലാം അത്യാവശ്യം നല്ല. നമ്മള് നോൺ വെജും കാര്യങ്ങളൊന്നും കഴിച്ചില്ല. ഞങ്ങൾ അവിടെ പോയിട്ട് നോൺ വെജ് മസാല ദോശ, ഭൂരി, ദോശ. പക്ഷെ നമ്മള് വിചാരിക്കും നോൺ വെജ് കഴിച്ചില്ലെങ്കിൽ അവിടെ റേറ്റ് കുറവാണെന്ന്. ഒന്നുമില്ല, നോൺ വെജിനേക്കാളും റേറ്റ് ആണ്. നമ്മൾ ഒരു 6-7 പേര് മന്തി കഴിക്കുന്ന റേറ്റ് വരും ഒരു മസാല ദോശ. നമ്മൾ അത്യാവശ്യം നല്ല ഹോട്ടൽ നോക്കിയെടുത്ത്, കാരണം മോനും കൂടെ ഫുഡ് കൊടുക്കണ്ട, വല്ല ഫുഡ് പോയിസൺ. കുറഞ്ഞ ഫുഡ് ഹോട്ടലുകൾ നമ്മൾ നോക്കിയില്ല. നമ്മളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം പിന്നെ ക്ലീനിങ് വൃത്തിയും കാര്യങ്ങളും. കുഞ്ഞിന് മെയിനായിട്ട് എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഇപ്പം എനിക്കൊക്കെ എന്ന് വെച്ചാൽ ഫുഡ് എന്താ പറയുക, നല്ല ഫുഡ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ലൂസ് മോഷൻ ഉണ്ടാവും. എനിക്ക് ഭയങ്കരമായിട്ടുണ്ടാവും. അതായത് ഇപ്പം മേ ബി നമ്മുടെ വീട്ടിൽ വെച്ച് ഫുഡ് കഴിക്കുന്ന സമയത്ത് പോലും എന്തെങ്കിലും അതിനകത്ത് ഇതുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് അതടിക്കും. എനിക്ക് പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിൽക്കത്തില്ല. അതാണ് എൻ്റെ ഒരു ബോഡിയുടെ ഇത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പുറത്ത് എവിടെ പോയാലും നാസിക്ക് തന്നെ അറിയാം, ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹോട്ടലിൽ കയറിയ ഫുഡ് കഴിക്കുള്ളൂ. ഇത്രയും ക്ലീനിങ് ഉള്ള ഫുഡ് ഹോട്ടൽ എന്ന് വെച്ചിട്ട് ഈ സാധാ ഹോട്ടലുകൾ ക്ലീൻ ഇല്ലാത്ത ഹോട്ടലാണെന്നല്ല. നമുക്ക് കാണുമ്പോൾ ഞങ്ങള് അവിടെ ചെന്നിട്ട് മൂന്നാർ ചെന്നിട്ട് നമ്മളൊരു ഹോട്ടല് അതായത് കുഴപ്പമില്ലാത്ത, നമ്മൾ നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയ ഒരു ഹോട്ടലിൽ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. കയറിയിട്ട് ഞങ്ങൾക്ക് തിരിച്ചിറങ്ങേണ്ട അവസ്ഥ വന്നു. ഹോട്ടലിന്റെ അവസ്ഥ അതുപോലത്തെ ആയിരുന്നു. ആദ്യം ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ ഇല്ല, പിന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഭയങ്കര മഴയും അങ്ങനെ ഭയങ്കര, അതായത് ഓൾറെഡി ആ ഹോട്ടൽ ഒരു പുറമേ നിന്ന് കാണുമ്പം കുഴപ്പമില്ല, ഒരു സ്റ്റാൻഡേർഡ് ഹോട്ടലാണെങ്കിലും ഉള്ളിൽ കയറിയപ്പോഴത്തേക്ക് അത്യാവശ്യം
എന്താ പറയുക, ഇങ്ങനെ ആയിപ്പോയി നമുക്ക്. അങ്ങനത്തെ ഒരു ഹോട്ടലായിരുന്നു. പിന്നെ ആ മഴ, അത് ഭയങ്കര മഴ, ആ മഴയത്ത് പിന്നെ വീണ്ടും വരെ എല്ലാവരെയും പിടിച്ച് നമ്മൾ കാറിൽ കയറ്റിക്കൊണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു റിസ്ക് നമ്മൾ എടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ദൂരെ എവിടെ പോയാലും കുഴപ്പമില്ലാത്തൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുക, റിസ്ക് എടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം കുഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ അവന് നല്ലൊരു ഫുഡ് കൊടുക്കണമല്ലോ, നമുക്ക് വേറെ ഹോട്ടലിലേക്ക് കയറിയിട്ട് റിസ്ക് എടുക്കാൻ എനിക്ക് പറ്റാത്തത് കൊണ്ട് നമ്മൾ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹോട്ടൽ എന്ന് വെച്ചാൽ അങ്ങനെ വലിയ ഹോട്ടലൊന്നുമില്ല കേട്ടോ, ആര്യാസ് പിന്നെ ഇതായിരുന്നു, പിന്നെ അവിടെ തന്നെ ഉള്ള ഒരു അത്യാവശ്യം വലിയൊരു ഹോട്ടല്. ആകെ ഈ 2 ഹോട്ടലാണ് നമ്മൾ കയറി കഴിച്ചത്. അങ്ങനെ എന്താ പറയാ, ഹിൽ വ്യൂ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ. ആകെ 2 ഹോട്ടലിൽ നമ്മൾ ഫുഡ് കഴിച്ചോളൂ. ഉച്ചയ്ക്ക് ഞങ്ങൾ 2 ദിവസം ഫുഡ് കഴിച്ചില്ല. കാരണം നമ്മള് വട്ടവടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞെത്തുന്നുള്ളല്ലോ അവിടം വരെ. അപ്പൊ നമ്മള് ആകെന്ന് വെച്ചാല് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ പറയുന്ന ഹിൽ വ്യൂസിന്ന് കഴിച്ചു. രാത്രിത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മള് കഴിച്ചില്ലല്ലേ, രാത്രി നമ്മൾ കഴിച്ചായിരുന്നു. രാത്രി കഴിച്ചത് വേറൊരു ഹോട്ടല്, ഒരു ഹിന്ദിക്കാരുടെ ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത്. എൻ്റെ അമ്മ, ആകെ ഞങ്ങൾ അവിടെ വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഗോബി മഞ്ചൂരി വാങ്ങിച്ചു, ഒരു 2 ഗോബി മഞ്ചൂരി, ഒരു വെള്ളക്കടലയുടെ ഒരു കറി, പിന്നെ കേരള പൊറോട്ട. ഇത് ഡോറയും ഷെമിയും കൂടെ ആണെങ്കിൽ ഫ്രൈഡ് റൈസും മേടിച്ചു. ഫ്രൈഡ് റൈസ് അല്ലയോ അത് ഇവിടെ വന്നിട്ടല്ലേ, അല്ല നാസി ഫ്രൈഡ് റൈസ് മേടിച്ചു. ഞാൻ പൊറോട്ട, ഞാൻ ചപ്പാത്തിയും മേടിച്ചു. പക്ഷെ ഇത്രയും മേടിച്ചോളെങ്കിലും ഒരു 6 പേര് 7 പേര് ബിരിയാണി കഴിക്കുന്ന പൈസ നമുക്കായി. ഞങ്ങൾ ആകെ 4 പേരെ ഉള്ളായിരുന്നു. പൊറോട്ട ആണെങ്കിൽ വലിയ പൊറോട്ട കഴിക്കാൻ പറ്റില്ല, ഒടിഞ്ഞൊടിഞ്ഞു പോയി. കല്ലൻ പൊറോട്ട എന്ന് പറയാം, കല്ല് പൊറോട്ടയായിരുന്നു കേട്ടോ. പ്ലെയിൻ ദോശയായിരുന്നു. പിന്നെ ഈ ഗോബി മഞ്ചൂരി ഉണ്ടാക്കിയതിനകത്ത് കുറെ കോൺഫ്ലവർ വാരിയിട്ട് അങ്ങോട്ട് കുറുക്കി അങ്ങോട്ട് കട്ടിയാക്കി. എനിക്ക് അതിൻ്റെ ദേഷ്യം വന്നത് സത്യം പറഞ്ഞത്. ഫുഡും അത്ര ടേസ്റ്റ് ഒന്നും അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്ത് പോകുന്ന, നമ്മൾ ഈ മൂന്നാറിലേക്ക് ചെല്ലുന്ന സമയത്ത് എൻ്റെ ഒരു അഭിപ്രായം എങ്ങനെയാണെന്ന് വെച്ചാൽ, അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹോട്ടലിൽ കയറിയായിരിക്കണം നിങ്ങൾ ഫുഡ് കഴിക്കുന്നത്. ഇതുപോലെ നമ്മളിപ്പം കാണുമ്പോൾ നമ്മുടെ ബഡ്ജറ്റ് കുറവാണ് എന്നാൽ ഇവിടുന്ന് കഴിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുള്ള ഹോട്ടലിൽ നിന്ന് ദൈവത്തെ ഓർത്ത് കഴിക്കാൻ നിൽക്കരുത്. ഞങ്ങൾക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുന്നത്, ഞങ്ങൾ അങ്ങനെ 2 ഹോട്ടലിൽ കയറിയിട്ട് 2 ഹോട്ടലിൽ നമുക്ക് മോശപ്പെട്ട ഒരു അനുഭവം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത്. ഞങ്ങൾ ഹിൽ വ്യൂ എന്ന് പറയുന്ന ഹോട്ടലിൽ നിന്ന് ആദ്യം ഫുഡ് കഴിച്ചത് അടിപൊളി ഫുഡായിരുന്നു. വലിയ റേറ്റും ആയില്ല കേട്ടോ. ഹോട്ടൽ കാണുമ്പോൾ വലിയ ഹോട്ടലാണെന്ന് തോന്നുമെങ്കിലും വലിയ റേറ്റൊന്നും ആയില്ല. നമ്മൾ 4 പേർക്കുള്ള കാപ്പി കുടിച്ചു. കോഫി ഞാൻ ഡോറ, ഇത് നമുക്ക് 2 പേർക്കുള്ള കോഫി പറയുമ്പോൾ തന്നെ 4 പേർക്ക് കുടിക്കാനുള്ള കോഫി ഉണ്ടാവും അതിനകത്ത്. അങ്ങനെ അതിൽ ഒരു കപ്പിനകത്തൊക്കെ കൊണ്ട് തരുന്നത് കേട്ടോ. നമ്മളിങ്ങനെ ഗ്ലാസ്സിലേക്ക് നമ്മൾ തന്നെ കുടിക്കണം. 4 പേർക്ക് കുടിക്കാനുള്ള കോഫി കാണും. അപ്പോൾ 4 പേരാണ് പോകണമെന്നുണ്ടെങ്കിൽ 2 പേർക്കുള്ള കോഫി ഓർഡർ ചെയ്താൽ 4 പേർക്ക് അത് കുടിക്കാൻ പറ്റും. പിന്നെ ചായ അതുപോലെ തന്നെ, ചായ നാസി ഒരു ചായ ഓർഡർ ചെയ്തപ്പോൾ 2.5 ചായ ഉണ്ടായിരുന്നു. 2 വെട്ട ഒഴിച്ച് പിന്നെ ഒരു 1/2 കപ്പും കൂടെ ഒഴിച്ച് 2.5 ചായ ഉണ്ടായിരുന്നു നാസിക്ക്. അപ്പോൾ എന്താ പറയുക, ഒരു ചായ ഏറ്റവും കൂടുതൽ കാപ്പി കാരണം തണുപ്പായതുകൊണ്ട് നമുക്ക് അത് ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ അവിടെ ഇല്ല. അതാണ്ട് ഇത്ര വലിപ്പമുള്ള ഗ്ലാസിനൊക്കെ കപ്പായിരുന്നു മറ്റെടുത്ത ചെറിയ കപ്പ് തന്നത്. ആര്യാസിലാണ് ചെറിയ കപ്പ്. ഹോട്ടലില് നമ്മളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഹോട്ടലിൽ അത്യാവശ്യം നമ്മുടെ ചായ കുടിക്കുന്ന ആ കപ്പിന്റെ അളവായിരുന്നു. ആര്യാസിലാണ് പക്ഷെ ചെറിയ ഗ്ലാസ്, സ്റ്റീൽ ഗ്ലാസ് ചെറുതായിരുന്നു. പിന്നെ നമ്മള് മറ്റേ സ്ഥലത്ത് പോയപ്പം മറ്റേ പോപ്കോൺ ഒക്കെ വാങ്ങിച്ച സ്ഥലത്ത് പോയപ്പോ കപ്പിലല്ലായിരുന്നു, ചെറിയ ഗ്ലാസ്. എല്ലാം കൂടെ മിക്സ് ചെയ്യാം, ഇങ്ങനെ പറഞ്ഞു പോവാ. നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് ഞാൻ എവിടെ കൊണ്ടിട്ട് ചായയുടെ അപ്പോൾ നമ്മളാണെങ്കിൽ ഹിൽ വ്യൂന്ന് ഫുഡ് കഴിച്ച് നമ്മൾ നേരെ ആണെങ്കിൽ വട്ടവടയ്ക്ക് വിട്ടു. വട്ടവടയ്ക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ആണെങ്കിൽ ദേവികുളം വഴിയാണ് നമ്മൾ പോയത്. ദേവികുളം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സ്ഥലം എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത സ്ഥലം, അടിപൊളി കിണ്ണം കാച്ചിയ സ്ഥലം. ഫോട്ടോസ് എടുക്കാനാണെങ്കിലും വീഡിയോസ് എടുക്കാനാണെങ്കിലും വ്ളോഗ് ചെയ്യാനാണെങ്കിലും കിണ്ണം കാച്ചിയ സ്ഥലം എന്ന് പറയാൻ പറ്റും. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഇതിനകത്ത് ഫോട്ടോസ് കൂടുതലും കിടക്കുന്നത് ദേവികുളത്തിലെ ഫോട്ടോസാണ് കൂടുതലും കിടക്കുന്നത്. ദേവികുളം അങ്ങനെ പോകുന്ന സമയത്ത് മൊത്തം കാപ്പിത്തോട്ടങ്ങളും ഓരോരോ തോട്ടങ്ങളാണ്. തേയിലത്തോട്ടം ഫുൾ അങ്ങനെ തേയിലത്തോട്ടം കാര്യങ്ങൾ, പിന്നെ ഓരോരോ കൃഷികളും. എന്താ പറയുക, അടിപൊളി വ്യൂ എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ ആണ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അതായത് വട്ടവടയ്ക്ക് പോകുന്ന സമയത്താണ് ഈ ദേവികുളം വരുന്നത്. നല്ല സ്ഥലം, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ പോകുമ്പം ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ മാസങ്ങളിലൊന്നും നിങ്ങൾ പോകരുത്. സെപ്റ്റംബർ, ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ 4 മാസവും നിങ്ങൾ പോകരുത്. മൂന്നാറിൽ പോകാൻ പറ്റിയ ബെസ്റ്റ് മാസം എന്ന് പറയുന്നത് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി. ഈ 3 മാസം
പോകാൻ അടിപൊളി സ്ഥലം ഇതാ ക്ലൈമറ്റ് ആണെന്ന് പറയുന്നത്. അവിടെ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴേ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ചിലും വേണമെങ്കിൽ പോവാം. അടിപൊളി ക്ലൈമറ്റ് വരുന്നത് ഈ സമയത്താണ്. അതായത് ട്രാവൽ ചെയ്ത് സ്ഥലങ്ങൾ കാണാൻ താല്പര്യത്തോടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഈ 4 മാസത്തിൽ ഏതെങ്കിലും ഒരു മാസം നിങ്ങൾ പോകാവുള്ളൂ. കാരണം നിങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളും കാണാനും പറ്റും. നല്ല ക്ലൈമറ്റ് ആയിരിക്കും അവിടുത്തെ. ഈ ഒരു സമയത്ത് ഇപ്പം ഞങ്ങൾ പോയ സമയത്താണ് പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഡേഞ്ചർ പിടിച്ച സ്ഥലമാണ് ഈ മൂന്നാർ എന്ന് പറയുന്നത്. മഴ സമയത്ത് ഭയങ്കര ഡേഞ്ചറാണ് മൂന്നാർ എന്ന് പറയുന്നത്. ഒന്ന് നമുക്ക് സ്ഥലങ്ങൾ കാണാൻ പറ്റില്ല, ഒന്ന് കയറി നിൽക്കാൻ ഇടം കാണത്തില്ല. ഫുള്ള് കാറിലാണ് പോകണമെങ്കിൽ നമ്മൾ കാറിൽ ഇരിക്കാനേ പറ്റൂ, കാറിന് വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത്. പിന്നെ ഫുള്ള് വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ മൊത്തം മണ്ണിടിച്ചിൽ എന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കും. നമുക്കത് കാണാൻ പറ്റും. നമ്മൾ ചെല്ലുന്ന സമയത്ത് എത്ര എടുത്ത് മണ്ണിടിഞ്ഞ് പറയും. ഞങ്ങൾ പാസ് ചെയ്ത് വന്നിട്ട് തിരിച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ മണ്ണിടിഞ്ഞ് കിടക്കുക ചെയ്യുന്നത്. അങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ പോവാതിരിക്കുക മാക്സിമം. ഈ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ മാസത്തിൽ ഏതെങ്കിലും ഒരു മാസം നിങ്ങൾ മൂന്നാർ കാണാൻ പോകുന്നുണ്ടെങ്കിൽ പോവാം. പിന്നെ നേരെ നമ്മൾ വട്ടവടയ്ക്ക് വിടുന്ന സമയത്ത് നമ്മൾ വട്ടവട ചെക്ക് പോയിൻ്റൊക്കെ കഴിഞ്ഞിട്ട് കയറി അകത്തോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ നമ്മുടെ പറയും, പക്ഷെ നമ്മൾ വിചാരിക്കും അത് അത്ര വലിയ ഡേഞ്ചറൊന്നുമില്ല, അത്ര വലിയ സീനൊന്നുമില്ല, ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടില്ലേ, പിന്നെ ഡേഞ്ചർ ആണെങ്കിൽ ഇങ്ങനെ വണ്ടി ഒരു കയറ്റിവിടും, ഇതൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ സംഗതി എന്താണെന്ന് വെച്ചാൽ ഒരു കാരണവശാലും വണ്ടി നിർത്തി നമ്മൾ ഇറങ്ങി ഫോട്ടോ എടുക്കാൻ ശ്രമിക്കരുത്. കാട്ടുമൃഗങ്ങൾ ഒരുപാടുണ്ട്. ആന മാത്രമല്ല, കാട്ടുപോത്തൊക്കെ ഉണ്ട്. കാട്ടുപോത്തുണ്ട്, മറ്റേ കലമാൻ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതായത് നമുക്ക് പറയാൻ പറ്റില്ല ഏത് മൃഗങ്ങൾ എപ്പോഴാണ് അവരുടെ മൈൻഡ് മാറി നമ്മൾ ആക്രമിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ കാടിൻ്റെ ഭംഗി കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇറങ്ങിയപ്പോൾ കാണാം. മെയിനായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ ഫോണിന് റേഞ്ച് കിട്ടത്തില്ല. 5 കിലോമീറ്ററോളം നമുക്ക് ഫോണിന് റേഞ്ച് കിട്ടത്തില്ല. ഇതിനിടയ്ക്ക് വെച്ച് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരെയും കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. ആകെ എമർജൻസി കോൾ മാത്രമേ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. എമർജൻസി കോൾ നമുക്ക് വിളിക്കാൻ പറ്റും, അതല്ലാതെ നമുക്ക് ഒരു കാരണവശാലും മറ്റാരെയും നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളാണെങ്കിൽ വട്ടവടയിൽ പോകുന്ന സമയത്ത് ചെക്ക് പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം കാർ നിർത്തി നമ്മൾ ഫോട്ടോസ് എടുക്കാൻ ശ്രമിക്കാതിരിക്കുക. അത് കഴിഞ്ഞ് കാട് കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് മാറുമ്പോഴത്തേ പിന്നെ നമുക്കാണെങ്കിൽ താമസക്കാരൊക്കെ ഉള്ള വീടും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങൾ വരും. അതൊക്കെ നല്ല ക്ലൈമറ്റ്. ഈ കാട് പോലെ തന്നെ കാണാൻ പറ്റിയ അത്യാവശ്യം നല്ല സ്ഥലങ്ങളാണ് അവിടെ ഉള്ളത്. പിന്നെ ആ പോകുന്ന വഴിക്കാണ് മറ്റേ മരം യൂക്കാലി മരത്തോട്ടം ഉണ്ട്. യൂക്കാലി തോട്ടങ്ങൾ ഫുള്ള്. മെയിനായിട്ട് മൂന്നാറിൽ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ മൂന്നാർ ചുരം കയറുമ്പം തൊട്ട് നമുക്ക് കാണാൻ പറ്റും അവിടുന്ന് അങ്ങോട്ട് ഫുള്ള് യൂക്കാലി മരങ്ങളാണ്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് പിന്നെ നല്ല കേട്ടോ ഈ വട്ടവട ഫോറസ്റ്റ് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്ഥലങ്ങളാണ്. പിന്നെ മെയിനായിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വട്ടവടയിൽ പോകുമ്പം ഈ ഗ്രൗണ്ട് ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള കാറുകളിൽ പോവാതിരിക്കുക. വട്ടവടയിൽ ഒരു ഇതെന്ന് വെച്ചാൽ അവിടെ കൂടുതലും ട്രക്കിങ്ങിന് പറ്റിയ റോഡുകളാണ്. നമ്മുടെ കാറ് ഗ്രൗണ്ട് ഹൈറ്റ് കുറഞ്ഞിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി നന്നായിട്ട് ഈ പാറയിലൊക്കെ ഒരേയും അടിക്കുകയൊക്കെ ചെയ്തിട്ട് കാറിന് ഡാമേജ് വരും. അങ്ങനെ ഒരു BMW ആണെന്ന് തോന്നില്ലയോ, ഒരു BMW ആണെന്ന് തോന്നുന്നു, ഒരു വെള്ള കാറ്. അത് ഈ അവിടുത്തെ ആണെങ്കിൽ ടോപ്പ് സ്റ്റേഷൻ കാണാൻ പോയത്. വട്ടവടയിൽ ചെന്നിട്ട് വട്ടവടയിൽ നിന്ന് ഇങ്ങനെ കറങ്ങി ടോപ്പ് സ്റ്റേഷൻ കാണാൻ വന്നതാണ് അവർ. വട്ടവടയിൽ കയറിയിട്ട് അവിടെ വെച്ചിട്ടാണെങ്കിൽ എൻജിൻ എന്തോ കംപ്ലൈൻറ്റ് വന്നു, അവിടെ ഇട്ടു. വർഷങ്ങളായിട്ട് ആ വണ്ടി അവിടെ കിടക്കുകയാണ്. ഞങ്ങൾ അത് കണ്ടിട്ട് ചോദിച്ചപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞത് അത് അടിച്ചു പൊടിച്ച് അവിടെയുള്ള ആൾക്കാർ അടിച്ചു പൊടിച്ച് നാശക്കഞ്ഞി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വർഷങ്ങളായിട്ട് അവിടെ കിടക്കുകയാണ്. സംഗതി എന്ന് വെച്ചാൽ അത് എടുത്തുകൊണ്ട് പോകാൻ ആളിതുവരെ വന്നിട്ടില്ല. അത് എടുത്തുകൊണ്ട് പോകണമെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ വട്ടവടയ്ക്കകത്ത് കയറിയിട്ട് ഈ സാധനം ഈ റോഡിനകത്ത് നിന്ന് എടുത്തുകൊണ്ട് പോകണമെങ്കിൽ തന്നെ നല്ല ചിലവ് വരും. ഇനി ദൂരെങ്ങാനും ഉള്ളവരാണെങ്കിൽ അവിടുന്ന് മൂന്നാർ ഓടി വരണം. മൂന്നാറിൽ നിന്ന് വേണ്ട 56-60 കിലോമീറ്റർ ഉണ്ട് വട്ടവടയ്ക്ക്. പിന്നെ അവിടെ ചെന്നതിന് ശേഷം ആ റോഡിനകത്ത് നിന്ന് സാധനം എടുത്തുകൊണ്ട് ഇറങ്ങുക എന്ന് പറയുന്നത് ഇമാതിരി ടാസ്ക് പിടിച്ച കേസ് വേറെ കാണത്തില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോൾ പോയാലും നല്ല കാറിൽ പോകാം, ഡാമേജ് ആവാത്ത ഒരു കാറിൽ പോവാം. നമ്മുടെ കാർ ഡാമേജ് ആകാത്ത രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യാം. ഞങ്ങൾക്ക് നമ്മുടെ പോയ കാറിന് ഗ്രൗണ്ട് ഹൈറ്റ് കുറവായതുകൊണ്ട് നമുക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ അവിടെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജീപ്പിൽ പോവുകയാണെങ്കിൽ ട്രെക്കിങ് ചെയ്യാൻ പറ്റും, കുറേ സ്ഥലങ്ങളൊക്കെ കാണാനും പറ്റും. അതായത് നമുക്കറിയാത്ത കുറേ സ്ഥലങ്ങൾ അവർ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം എല്ലാത്തിനും കൂടെ ഞങ്ങൾക്ക് 4 പേർക്ക് അവർ 2800 രൂപയായിരുന്നു സാധാരണ എടുക്കുന്നത്. അപ്പോൾ ഒരു ട്രിപ്പിന് ഞങ്ങൾക്കാണെങ്കിൽ എല്ലാവർക്കും കൂടെ 1800 രൂപയ്ക്ക് ഞങ്ങളെല്ലാവരും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളത് തീരുമാനിച്ച് കുഴപ്പമില്ല. കാരണം നമ്മൾ വന്നിട്ട് നമുക്കൊന്നും ഇതുപോലെ കാറിൽ മാത്രം പോയിക്കൊണ്ടിരുന്നാൽ പറ്റത്തില്ല. കാരണം അത് മഴയും കാര്യങ്ങളൊന്നും കാണാനും പറ്റത്തില്ല.
അപ്പം ഞങ്ങൾ വിചാരിച്ചു ശരി കുഴപ്പമില്ലാത്ത റേറ്റാണ്, അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ അവർ കുറച്ച് സ്ഥലങ്ങളൊക്കെ പറഞ്ഞു കാണിക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ അവരൊരു 5 സ്ഥലത്തോളം പറഞ്ഞെങ്കിൽ അതിൽ കൂടുതൽ ഞങ്ങളെ കൊണ്ടേ കാണിച്ചു കേട്ടോ. 5 സ്ഥലം അവർ പറഞ്ഞിട്ടുള്ള പേടിയായിരുന്നു ഗൈസ്, ആദ്യമായിട്ടല്ലേ ഞാനിങ്ങനെ ട്രക്കിങ്. ഏറ്റവും വലിയ വിറ്റെന്ന് പറയാം, ഡോറയ്ക്ക് ക്ഷമിക്കും ഭയങ്കര പേടി, നമ്മളെ കൊണ്ടുപോയി കൊന്നിട്ട് സ്വർണം പൈസ ഒക്കെ എടുത്തോണ്ട് പോയി നമ്മളെ കൊണ്ടുവന്ന് കൊല്ലാൻ പോകാൻ വിശ്വസിക്കാൻ പറ്റും, എങ്ങനെ ഈ വീഡിയോ ഒക്കെ ആ ചേട്ടന്മാർ കാണുന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പക്ഷെ നമുക്ക് കിട്ടിയ ഗൈഡ് എന്ന് പറയുന്നത് അടിപൊളി ചേട്ടനായിരുന്നു കേട്ടോ. സരവണൻ എന്നാണ് ചേട്ടന്റെ പേര്. ചേട്ടൻ നമ്മുടെ വീഡിയോക്കകത്തുണ്ട് കേട്ടോ, നമ്മുടെ കേരള പ്രദേശത്തിരിക്കുന്ന വീഡിയോക്കകത്ത് ചേട്ടനെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അടിപൊളി ചേട്ടൻ, നല്ല ക്യാരക്ടർ. ഞാൻ പറയട്ടെ, നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചില ആൾക്കാർ നമ്മളെ സൂഹിപ്പിച്ച് പണം തട്ടുന്ന ആൾക്കാരുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ നല്ലതാണോ ചീത്തയാണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരുമായിട്ട് നമ്മൾ കുറച്ചുകൂടെ മിങ്കിളായി കഴിയുമ്പം അവരുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഈ സരവണൻ എന്ന് പറയുന്ന ചേട്ടനുമായിട്ട് എല്ലാവർക്കും പേടിയായിരുന്നു ആ ചേട്ടനായിട്ട് മിണ്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ നമുക്ക് ഓരോ സ്ഥലങ്ങൾ കാണുന്ന സമയത്ത് ഇതാ സ്ഥലമാണ് നിർത്തിയിട്ട് പറഞ്ഞു തരുമായിരുന്നു. ഇത് സ്ലോ ചെയ്താ പോകുന്നത്, 20-30 സ്പീഡിലും കണ്ടാ പോയത് കേട്ടോ. പക്ഷെ എനിക്ക് സ്പീഡിൽ പോകാൻ പറ്റത്തില്ല, കാരണം വഴിയില്ല അവിടെ, മൊത്തം പാറ ഇങ്ങനെ കിടക്കണത്, ഇങ്ങനെ ആ സമയത്ത് ഇച്ചാന്റെ കയ്യിൽ ഉറങ്ങിയിരിക്കും, ഇങ്ങനെ ഞാനിങ്ങനെ പിടിച്ചേക്കാണ്. എന്നിട്ട് എനിക്ക് പേടി. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഈ അറ്റത്തായിരിക്കും, അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ചു. അതായത് കാറ്റും അടിക്കല്, ഇനി അഥവാ പോയാലും കുഞ്ഞ് അങ്ങോട്ട് പോകല്, ഇങ്ങോട്ടേ പോവാണ്, വീഴാണെങ്കിൽ ഞാൻ വീണോട്ട് കുഞ്ഞ് ഇവിടെ ഇരുന്നോട്ടെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ സീറ്റിൽ ഇങ്ങനെ ചരിഞ്ഞിരുന്നാണ് പിടിച്ചത് കുഞ്ഞിനെ. അപ്പം നാസിനാനത് വഴക്ക് പറയുന്നതൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും വീഡിയോക്കകത്ത്. അപ്പോൾ വഴി കാണുമ്പോൾ നമുക്ക് ശരിക്കും പേടിയാവും, ഇങ്ങനെ കുത്തനക്കകത്ത് തന്നെ ആ കുത്തനെ ഇറങ്ങി വരുന്ന സമയത്ത് ഇങ്ങനെ നടുക്കൊന്നും ഇല്ല വഴി, ഇവിടെ ഈ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ വണ്ടി പോകും. ഞാനിങ്ങനെ വീഡിയോക്കകത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ ടയറൊക്കെ ഇങ്ങനെ പോകുന്നു. എനിക്ക് പേടി, ഞാണ്ട് എന്നെ എടുത്താണ് ഇച്ചാൻ കയറ്റി, എനിക്ക് തന്നെ കയറാൻ പറ്റത്തില്ല. അപ്പം ഇവ കയറ്റി എടുത്ത് കഴിഞ്ഞാൽ ചേട്ടാ സേഫ് അല്ലേ, ഞങ്ങൾ ആദ്യമായിട്ട് നല്ല പേടിയുണ്ടെന്ന് പറഞ്ഞ ആ ചേട്ടൻ പേടിക്കണ്ട, തമിഴ് കലർന്ന ഒരു മലയാളിയാണ്. ചേട്ടൻ തമിഴാണ്, പക്ഷെ മലയാളം അറിയാം. പേടിക്കണ്ട, അങ്ങനെ ഒന്നും ചെയ്യത്തില്ല, അങ്ങനെ നോക്കിയിട്ടേ ഞങ്ങൾ കൊണ്ടുപോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അവ കുറച്ചങ്ങ് പോയി ഒരു ഇത് കഴിഞ്ഞപ്പോ അങ്ങോട്ട് കുറച്ച് ആദ്യമായി ഇറക്കമൊക്കെ ഇറങ്ങി ഇങ്ങനെ കുലുങ്ങി പോയപ്പോ എല്ലാവർക്കും പേടിയായിരുന്നു. ഞങ്ങൾ അതിന് 4 പേര് ഒന്നിച്ചിരിക്കുകയാണ്. ക്ഷമിക്കുകയാണെങ്കിൽ അറ്റത്തിരിക്കാൻ പേടിയായതുകൊണ്ട് നാസിനെ പിടിച്ചു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ 4 പേര് ഞങ്ങൾ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ബാക്കിലും സ്ഥലമുണ്ട്, ബാക്കിലും ഇരിക്കാം, നടുക്കും ഇരിക്കാം, ഫ്രണ്ടിലും ഇരിക്കാം. അപ്പൊ ഞങ്ങൾ 4 പേരുള്ളതുകൊണ്ട് പേടിയായതുകൊണ്ട് ഞങ്ങൾ 2 പേരെ പിടിച്ച് അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കും. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങളെക്കാളും കൂടുതൽ എൻജോയ് ചെയ്യാൻ തുടങ്ങിയത് ഇത് രണ്ടെണ്ണം. പിന്നെ ഷെമിക്കാണെങ്കിൽ ഭയങ്കര ആക്റ്റീവായി ഷെമി. പിന്നെ ഷെമിക്ക് ഒരു കുഴപ്പമില്ല. അങ്ങനെ പിന്നെ നാസി പിടിച്ച് ഫ്രണ്ടിൽ കൊണ്ടിരുത്തിയിട്ട് ഞങ്ങളെല്ലാവരും പിന്നെ ബാക്കിൽ സെറ്റപ്പ് ആയിരുന്നു. ട്രക്കിംഗ് അടിപൊളിയാണ് കേട്ടോ. അവര് അത്യാവശ്യം സ്ഥലങ്ങളെല്ലാം കൊണ്ടുകാണിക്കും. നമ്മളായിട്ട് നമ്മുടെ വണ്ടിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലമൊന്നും കാണാൻ പറ്റില്ല. ഇനി നമ്മൾ വലിയ ഗ്രൗണ്ട് ഹൈറ്റ് ഉള്ള വണ്ടി എടുത്താലും ഗ്രൗണ്ട് ഹൈറ്റ് കുറഞ്ഞ വണ്ടി എടുത്താലും നമ്മൾ കാറിൽ പോവുകയാണെങ്കിൽ നമുക്ക് വട്ടവട മൊത്തം കാണാൻ പറ്റില്ല. വട്ടവട കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ട്രക്കിങ് ചെയ്തേ പറ്റത്തുള്ളൂ. അവിടെ ജീപ്പൊക്കെ ഉണ്ടാവും, അതിൽ നമ്മൾ പോയേ പറ്റും. അതുപോലെ തന്നെ നമുക്ക് മൂന്നാർ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ കാറിൽ പോയി നമുക്ക് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളും നമ്മൾ മിസ്സാവും. കാരണം നമ്മൾ ഈ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് പോകുമ്പോഴത്തെ സ്ഥലങ്ങളൊക്കെ നമുക്ക് കുറേ മിസ്സാകും.